മാലിയിൽ 3 ഇന്ത്യക്കാരെ ഭീകരർ തട്ടിക്കൊണ്ടുപോയതായി വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. നിരോധിത ഭീകര സംഘടനയായ അൽ-ഖ്വയ്ദയുമായി ബന്ധമുള്ള ഭീകരരാണ് തട്ടിക്കൊണ്ടുപോയത്. സംഭവത്തെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിച്ചു. ബൽറാം നെടുങ്ങാടി കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ബൽറാം, ഗുഡ് മോർണിംഗ്. എപ്പോഴാണ് ഈ മാലിയിൽ ഈ പ്രശ്നം ഉണ്ടായത്? ഇവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചോ? വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. മാലിയിൽ ജൂലൈ 1 വ്യാപകമായുണ്ടായ ഭീകരാക്രമണത്തിന് ഇടെയാണ് ഇത്തരത്തിൽ 3 ഇന്ത്യക്കാരെ കൂടി ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയത്. മാലിയിലെ സർക്കാർ ഓഫീസുകൾക്കും മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾക്കും ഫാക്ടറികൾക്കും മറ്റും എതിരെയാണ് ഭീകരർ വ്യാപകമായി ആക്രമണം നടത്തിയത്. അതിനിടെ കെയ്സിലെ ഡയമണ്ട് സിമെന്റ് ഫാക്ടറിയിലും ആക്രമണം നടത്തുകയും അവിടെ തോക്കുധാരികളായ അക്രമകാരികൾ എത്തി അവിടെ ജോലി ചെയ്യുകയായിരുന്ന 3 തൊഴിലാളികളെ തട്ടിക്കൊണ്ടുപോവുകയുമായിരുന്നു. ഇവർ 3 പേരും ഇന്ത്യക്കാരാണ്. എന്നാൽ ഇവർ ഏത് സംസ്ഥാനത്തിൽ നിന്നുള്ളവരാണ് എന്നതടക്കമുള്ള വിശദ വിവരങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അത് പങ്കുവയ്ക്കാൻ തയ്യാറായിട്ടില്ല. അതേസമയം ഈ സംഭവത്തെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ആദ്യഘട്ടത്തിൽ റിപ്പോർട്ടുകൾ വന്നെങ്കിലും കഴിഞ്ഞ രാത്രിയിലാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 3 ഇന്ത്യക്കാരെ തട്ടിക്കൊണ്ടുപോയതായും ഇതുമായി ബന്ധപ്പെട്ട മാലി സർക്കാരുമായി വിദേശകാര്യ മന്ത്രാലയം ആശയവിനിമയം നടത്തിയതായും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇവരുടെ മോചനം എത്രയും വേഗത്തിലാക്കാനും ഇവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനുമുള്ള ഇടപെടൽ മാലി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അൽ-ഖ്വയ്ദ എന്ന ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട ഭീകരവാദികളാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ജമാഅത്ത് നുസ്രത്ത് അൽ ഇസ്ലാം വാൽ മുസ്ലിമിൻ എന്ന ഭീകര സംഘടനയാണ് ഈ 3 ഇന്ത്യക്കാരെയും തട്ടിക്കൊണ്ടുപോയത് എന്നാണ് സംശയിക്കുന്നത്. ഇവരുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ മാലി സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എസ് കെ എൻ.